ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് കഞ്ഞിപ്പന്തൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ വന്നേക്കാണ് കേട്ടോ. റുഷിദയ്ക്ക് കൊല്ലങ്ങളോളമുള്ള ആഗ്രഹമാണോ അല്ലേ ചട്ടിച്ചോറ് കഴിക്കുക, സീ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുക എന്നുള്ള കാര്യം. അപ്പം എൻ്റെ ഫ്രണ്ട് റുഷിദൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അപ്പോൾ കൂടെ എൻ്റെ അനിയത്തി റുഷിദയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അവളും ഞാനും പൊതിച്ചോറും പിന്നെ റുഷിദ ചട്ടിച്ചോറും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും വന്നത് മുതലായി സംഭവം നല്ല കിടക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയാത്ത കുറേ വഴികളിലൂടെ നടന്നതിന് ശേഷമാണ് നമ്മൾ ഗോകുലമാളിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ തന്നെയാണ് കേട്ടോ കഞ്ഞിപ്പന്തലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഗോകുലമാളിലെത്തി നമ്മൾ ഫസ്റ്റ് ആയിട്ട് മിൽക്ക് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈറ്റ്സ് മോഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിനോട് തൊട്ടടുത്തുള്ള നല്ല അടിപൊളി കഫേയാണ് കേട്ടോ. ഇവിടെ വരണമെന്ന് ഞാൻ കുറേ ആയി ആഗ്രഹിക്കുന്നു. അപ്പം ഇപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വഴിയാണ് കേട്ടോ ഞാൻ ഈ ഒരു കഫേ കണ്ടെത്തിയത്. അങ്ങനെ ഇവിടെ എത്തി നമ്മളെല്ലാവരും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് ഓർഡർ ചെയ്യാണ് കേട്ടോ. ഫുഡ് നമ്മളിതാ ഒരു കോൾഡ് കോഫിയും പിന്നെ നമ്മളെ ലോഡഡ് ഫ്രൈസും പാസ്ത. ഇതെന്തോ വെറൈറ്റി പാസ്ത, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പാസ്ത കഴിക്കുന്നത്. ഒരാളിവിടെ ആ നൈഫും ഫോർക്കും കൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം പിന്നെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്തായാലും കഫേയിൽ പോയത് ഞങ്ങൾ മുതലാക്കിയിട്ടുണ്ട്. ആ കഫേൻ്റെ ഓരോ ഏരിയയിൽ നിന്നും ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങ് വെറുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് കുറേ കഴിഞ്ഞേരാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കഫേയുടെ ആംബിയൻസ്. പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.